റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഹുസൈൻ മടവൂർ. ജീവിതത്തിൻ്റെ തിരക്കിനും നെട്ടോട്ടത്തിനുമിടയിൽ സാധാരണ ജീവിതക്രമത്തിൽ ഒരു മാറ്റവും വരുത്താൻ പലർക്കും സാധിക്കാറില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം. ഭക്ഷണം കഴിക്കുന്നതിന് എല്ലാവർക്കും ഓരോ രീതിയും സമയവും ക്രമവും ഉണ്ടാവും. അതിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പലർക്കും വലിയ വിഷമമായിരിക്കും. ഭക്ഷണ സമയം അല്പം വൈകിയാൽ, സാധാരണ ഭക്ഷണം കിട്ടാതിരുന്നാൽ കോപിക്കുകയും അതൊരു വലിയ പ്രശ്നമാക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളോടൊത്ത് പോവാനുള്ള ഒരു വലിയ പരിശീലനം റമദാൻ നോമ്പ് കൊണ്ട് ലഭിക്കുന്നു. ഉണ്മപ്രഭാതം മുതൽ, അതായത് സൂര്യോദയത്തിൻ്റെ 1.5 മണിക്കൂർ മുമ്പ് മുതൽ സൂര്യാസ്തമനം വരെ നീണ്ട പകൽ വേള നോമ്പുകാരന് ഭക്ഷണപാനീയങ്ങളില്ല. ആ സമയത്ത് സമ്പൂർണ്ണ ഉപവാസമാണ്, പട്ടിണി കിടക്കുകയാണ്. ഒരു പുണ്യകർമ്മം എന്ന നിലയിൽ പട്ടിണി കിടക്കുക എന്ന ആചാരം നോമ്പിൽ മാത്രമാണുള്ളത്. അതൊരു സമ്പൂർണ്ണ സഹനത്തിലേക്കുള്ള വഴി തുറക്കുകയാണ്. ജീവിതത്തിൽ സന്തോഷമുള്ള എന്തെങ്കിലും ത്യജിക്കുകയും അതുമൂലമുണ്ടാവുന്ന വിഷമം സാരമില്ലെന്ന് കരുതുകയും ചെയ്യുന്നതാണല്ലോ സഹനം. അത് ഏറെ പ്രകടമാവുന്നുണ്ട് വ്രതാനുഷ്ഠാനത്തിൽ. വ്രതം എന്നതിന് ഖുർആൻ പ്രയോഗിച്ച അറബി പദം സൗം എന്നതിൻ്റെ ബഹുവചനമായ സ്വയാം എന്നാണ്. സൗം എന്ന വാക്കിൻ്റെ ഭാഷാപരമായ അർത്ഥം അടങ്ങുക, ഒതുങ്ങുക എന്നെല്ലാമാണ്. സാധാരണ ജീവിത രീതിയിൽ നിന്നുള്ള ഒരു അച്ചടക്കവും ഒതുക്കവും ഉള്ള ജീവിതക്രമമാണ് വ്രതം പഠിപ്പിക്കുന്നത്. സമയമാകുമ്പോൾ മിനിറ്റും സെക്കൻഡും വരെ ശ്രദ്ധിച്ച് നോമ്പ് ആരംഭിക്കുകയും അതുപോലെ തന്നെ സമയമാകുമ്പോൾ വളരെ സൂക്ഷ്മതയോടെ നോമ്പ് മുറിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ അനിയന്ത്രിതമായ ജീവിത ശൈലിയിൽ നിന്ന് മാറി സമയനിഷ്ഠ പാലിക്കുന്ന പാഠം ഉൾക്കൊള്ളുകയും ഈ വ്രതത്തിലൂടെ ചെയ്യുന്നുണ്ട്. വ്രതകാലമാവട്ടെ നോമ്പെടുത്ത് നിഷ്ക്രിയരായിരിക്കാനല്ല പഠിപ്പിച്ചിട്ടുള്ളത്, മറിച്ച് ജീവിതരംഗങ്ങളിൽ അനിവാര്യമായ തൊഴിലുകളും വ്യവഹാരങ്ങളും നിലനിർത്തിയുള്ള ജീവിതക്രമമാണ് റമദാൻ വ്രതം പരിശീലിപ്പിക്കുന്നത്. ആരാധനാ കാര്യങ്ങളിൽ കൂടുതൽ സജീവമാവുന്നതും നോമ്പുകാലത്ത് തന്നെ. പകൽ മുഴുവൻ ഉപവാസം, രാത്രിയിൽ ദീർഘമായ പ്രാർത്ഥനകളും നമസ്കാരവും. ആരാധനാ നിർഭരമായ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ നോമ്പുകാരനെ ഉത്സാഹമുള്ളവനും ഉന്മേഷവാനും ആക്കിത്തീർക്കും എന്നത് ഉറപ്പാണ്. റംസാൻ മൊഴികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഹുസൈൻ മടവൂർ.